എങ്ങനെ കുടുംബജീവിതം നയിക്കണം എന്നുള്ള പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തേണ്ട വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. ജീവിതം എന്നതിലുപരി ഒരു ഇമോഷൻ വരുമ്പോൾ ഞാനിപ്പോ നിങ്ങളോട് വർത്തമാനം പറയുന്നതിൽ എനിക്ക് എങ്ങനെയും ഡീൽ ചെയ്യാം. അതായത് അവിടെ ഒരു റെസ്പെക്ട് വേണം. ഇപ്പൊ ടീച്ചർമാർ ക്ലാസ്സിൽ വന്ന് ഇത് പറയാൻ എന്തെങ്കിലും ഒന്ന് പറയുമ്പോൾ ഈ അത് പറയാനായില്ല നിർത്തുന്ന് പറയും. പക്ഷെ അവിടെ ഡിസ്റെസ്പെക്ട് കാണിക്കുകയാണ്. എങ്ങനെയാണ് റെസ്പെക്ട്ഫുള്ളും ഒക്കെ ആയിട്ടൊരു മനുഷ്യനോട് പെരുമാറുക എന്നുള്ളത് സ്കൂളിൽ ആദ്യം പഠിപ്പിക്കണം. ഇദ്ദേഹം പറഞ്ഞ പോലെ ഈ ഡിവോഴ്സി എന്ന് പറഞ്ഞാൽ എന്തൊരു പാപം ചെയ്തവൾ എന്ന രീതിയിൽ സമൂഹം കാണുന്നു. മാത്രമല്ല അവർക്കൊരു ഹാപ്പി ആയിട്ടുള്ള ഒരു സാഹചര്യത്തിൽ പോയി വർക്ക് ചെയ്യാൻ പറ്റില്ല, അവർക്ക് ഒരു നല്ല പൊട്ടിട്ട് പോകാൻ പറ്റില്ല, ഒരു കളർഫുള്ളായ ഒരു സാരി ഉടുക്കാൻ പറ്റില്ല, അവർക്കൊരു സന്തോഷവതിയായിട്ട് വേണമെങ്കിൽ ഒന്ന് ഡാൻസ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇതൊക്കെ ഡിവോഴ്സികൾക്ക് പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് ഞാൻ പറയുന്നത് സമൂഹം വേറെ കണ്ണോടെ അതിനെ കാണുന്നു. അപ്പോൾ അത് അങ്ങനെയുള്ള ആൾക്കാരോട് ഡോക്ടർ എന്ത് പറയും? ഇപ്പോൾ ഒരു മാനസിക രോഗം നമ്മളിപ്പോഴും ഒരു ടാബു ആയിട്ടാണ് കാണുന്നത്, ഒരു സ്റ്റിഗ്മ ആയിട്ടാണ് കാണുന്നത്. അതിനെപ്പോഴും മാറ്റമില്ല. അത് മിക്കവാറും ആൾക്കാർ അങ്ങനെ തന്നെ കാണുന്നുണ്ട്. അതുപോലെ തന്നെയാണ് നിലവിലും ഒരു ഡിവോഴ്സിനെ കാണുന്നത്. അതായത് ഒരു ഡിവോഴ്സിനെ അഡ്രസ്സ് ചെയ്യുന്നത് ഒരു കുറച്ച് ബാക്കിലോട്ടായിട്ടാണ്. അത് നമ്മുടെ ഒരു സൊസൈറ്റിയുടെ ഒരു പ്രശ്നമാണ്. ഡിവോഴ്സസ് ആർ മെന്റ് ടു ബി സെലിബ്രേറ്റഡ്. അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ രണ്ട് പേര് തമ്മിൽ ഒരിക്കലും പോകാൻ പറ്റിയില്ലെങ്കിൽ വിവാഹം പോലെ മനോഹരമാണ് വിവാഹമോചനം എന്നാണ്. പ്രണയം ഉണ്ടാകുമ്പോൾ നമ്മൾ ഒന്നിക്കുന്നു, ഒന്നിൽ നിന്ന് അവിടെ ആ ബന്ധം പ്രണയമില്ല, അവിടെ എല്ലാം ഇതായി എന്ന് കാണുമ്പോൾ നമ്മൾ ഇറങ്ങി വരുന്നു. എന്തുകൊണ്ട് നമുക്ക് വിവാഹമോചനത്തിനെയും മനോഹരമായി കണ്ടു? വിവാഹം പോലെ മനോഹരം എന്നൊരു മെസ്സേജ് നമുക്ക് കൊടുക്കാൻ പാടുണ്ടോ? രണ്ടുപേര് തമ്മിൽ ഒരുമിച്ച് ജീവിക്കുമ്പോൾ അവർക്ക് രണ്ടുപേർക്കും ഹാപ്പിനെസ്സോ മനസ്സമാധാനമോ കിട്ടുന്നില്ലെങ്കിൽ അത് കിട്ടുന്ന ഒരു വഴിയിലോട്ട് പോവുക. അത് ഡിവോഴ്സ് ആണെങ്കിൽ അതല്ലേ നല്ലത്? ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.